വെൽക്കം ടു Aon ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് നമുക്ക് IELTS ലിസണിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. IELTS ലിസണിങ്ങിന് 4 പാർട്ടുകളാണ് വരുന്നത്. ഓരോ പാർട്ടിലും ഓരോ ഓഡിയോസും അതിനെ ബേസ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടല് 40 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. ദെൻ 30 മിനിറ്റ് ആണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. പിന്നെ 10 മിനിറ്റ് കൂടെ അധികം കിട്ടും. അത് നമ്മൾ എഴുതുന്ന ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ദെൻ ഇനി ഓഡിയോസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓഡിയോസ് എന്ന് പറയുന്നത് 4 തരത്തിലാണ് വരുന്നത്. ഒന്ന് ഒരു സോഷ്യൽ ഡയലോഗ് ആകാം, പിന്നെ ഒന്ന് സോഷ്യൽ മോണോലോഗ്, അതേപോലെ എഡ്യൂക്കേഷണൽ ഡയലോഗ് ആൻഡ് എഡ്യൂക്കേഷണൽ മോണോലോഗ്. ഇതിൽ സോഷ്യൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എവറിഡേ ലൈഫിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. ഉദാഹരണത്തിന് ഒരു ഷോപ്പ് അസിസ്റ്റന്റും കസ്റ്റമറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അതേപോലെ സോഷ്യൽ മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൂർ ഗൈഡ് വിസിറ്റേഴ്സിന് നടത്തുന്ന ഒരു ഷോർട്ട് ടോക്ക് ആയിരിക്കാം. അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷണൽ മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ലെക്ചർ ആകാം, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂട്ടറും ഒരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും തമ്മിലുള്ള കോൺവെർസേഷൻ ആകാം. ദെൻ ഇങ്ങനെയാണ് ലിസണിങ്ങിന്റെ ഓഡിയോയുടെ രീതി എന്ന് പറയുന്നത്. ദെൻ സാധാരണയായിട്ട് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈസി ടു ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിലാണ് ഓഡിയോസിന്റെ ആ ഒരു പാറ്റേൺ പറയുന്നത്. ഓക്കെ, താങ്ക് യു.